ഹലോ. ആരാണ്? അമ്മയാണ്. എപ്പം നോക്കിയാലും ഫോണല്ലേ. അമ്മ അച്ഛൻ അമ്മ അച്ഛൻ. ഏത് സമയത്തും രാവിലെ ആയാലും രാത്രി ആയാലും. ഓക്കെ അമ്മ, ഞാൻ പറയട്ടെ. ശരി അമ്മ. അമ്മ ഇപ്പൊ വിളിച്ച നാളെ അച്ഛനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കണം. അപ്പൊ എന്നോടൊന്ന് പോവാൻ പറഞ്ഞു. ഞാൻ നാളെ പോയിക്കോട്ടെ. നിന്റെ അച്ഛനും അമ്മക്കും നീ ഒരാൾ മാത്രമേ ഉള്ളൂ മോള്. നിങ്ങൾ 4 ആളില്ലേ? ഇത് എപ്പം നോക്കിയാലും നീ പോണം 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 ആയിരിക്കും. ഒരാൾക്ക് സുഖമില്ല, അല്ലെങ്കിൽ നിനക്ക് ഇതന്നെ പണി. അവർക്ക് ആയിരിക്കും നാളെ നേരമില്ല എന്നാ പറഞ്ഞത്. വരാൻ വേണ്ടിട്ട് ഞാൻ നാളെ ഒന്ന് പോയിക്കോട്ടെ അമ്മ. നീ കറി നോക്കിട്ട് വാങ്ങി വെച്ചാട്ടെ. കുട്ടാ, ഓളെ അമ്മ ഇപ്പം വിളിച്ചോളാം. ഓളെ അച്ഛന് സുഖമില്ല, പോയി ആസ്പത്രി ഇല്ലാന്ന് നാളെ എന്തോ ഓപ്പറേഷൻ വേണമെന്നല്ല പറഞ്ഞത്. അപ്പൊ അതിനിപ്പൊ നിന്നെ വിളിക്കും. നീ പോയിട്ടുണ്ടെങ്കിലേ ആസ്പത്രിയിലെ ഫുൾ ചെലവും നിന്റെ തന്നെയായിരിക്കും. നീ പോട്ടാ, നീ പോകാൻ നിക്കണ്ട. അമ്മ വിളിച്ചിരുന്നു. അച്ഛൻ നാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന. അപ്പൊ നമുക്ക് നാളെ കടന്നു പോകണം. ഞാൻ ഒരു കാര്യം പറയാം. നിന്റെ അച്ഛനും നമുക്കും നീ മാത്രമല്ല മക്കൾ 3 ആളുണ്ട്. അവരാരും വന്നിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് ഞങ്ങൾക്ക് 10-15 നഷ്ടം. അനക്കില്ല. മാത്രല്ല നീ പോവാൻ പാടില്ല. നീ ഇങ്ങനെ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ പറയാനുള്ള പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ നാളെ വരുവോ വരാതിരിക്കോ അതെന്റെ വിഷയമല്ല. പക്ഷെ ഞാൻ നാളെ എന്റെ അച്ഛനെ എന്തായാലും കാണാൻ പോകും. അന്നെ ഇത്രയും നാളും പോറ്റി വളർത്തി പഠിപ്പിച്ചൊരു നിലയിലെത്തിച്ചത് എന്റെ അച്ഛനാണ്. ഇത്രയും കാലം ഞാൻ ജോലി ചെയ്തിട്ട് എന്റെ ശമ്പളം ഞാൻ ഇവിടെ മാത്രം ചെലവാക്കിയത്. 1 രൂപ പോലും ഞാൻ അച്ഛനും അമ്മക്കും കൊടുത്തിട്ടില്ല. എന്റെ കയ്യിലുള്ള എത്രയാണോ പൈസ എന്ന് വെച്ചാൽ ഞാൻ അത് അവിടെ ചെലവായിക്കോളൂ. നിങ്ങൾ ഈ 30,000 രൂപന്റെ കണക്ക് പറയുന്നുണ്ടല്ലോ. ഇത്രയും കാലം ഞാൻ ഈ വീടിന് വേണ്ടിയിട്ട് ഞാൻ കുറെ ചെലവാക്കിയിരുന്നു. ഇനി എനിക്കതൊരു വിഷയമല്ല. ഞാൻ നാളെ എന്തായാലും പോയി.